അപ്പോൾ നമ്മൾ ഇന്നുള്ള ജിഷ്ണുവിൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. നമ്മൾ ഇന്നുള്ള തച്ചിക്കുളം പെരുമ്പരുതൂരാണ് ഇന്ന് പോകാൻ പോണത്. ഈറനാട്ടിൻപുറം, അതല്ല അരിപ്പുറം, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. നമ്മളെ പെരുമ്പരുതൂർ അടുപ്പിച്ചുള്ള സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അവിടുത്തെ പോകേണ്ട വഴിയും എങ്ങനെ പോകാൻ പറ്റും എന്ന ഡയറക്ഷൻ എല്ലാം ഞാൻ ഇന്ന് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഓൺ ആ സംഭവം. വെളിയിലാണ് പറഞ്ഞെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് എപ്പോഴും ബസ്സുണ്ട്. നമ്മളെ നാഗർകോയിൽ ചെയിൻ സർവീസ് ഉണ്ട്, KSRTC ഉണ്ട്, TNSTC ബസ്സുണ്ട്. പിന്നെ ബൈക്കിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ മാപ്പ് അടിച്ചാൽ മതി. പക്ഷേ ഗൂഗിൾ മാപ്പ് അടിച്ചാലും ഇത് ഇങ്ങനെ കാണിക്കും കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ബോർഡൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെയാണ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസിൽ ഈ ഒരു വിഷ്വൽ കണ്ട് ഇവിടെ വണ്ടി നിർത്തി വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങി കണ്ടിട്ട് വരാം. വഴി മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു വഴിയാണ്. ഈ ഒരു വഴി മനസ്സിലായെങ്കിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്, വാട്ടർ ടാങ്ക് പോലത്തെ സംഭവം. ഇവിടെ വന്നിട്ട് ഈ ഒരു നേരെ വഴി കൂടെ താഴോട്ട് പോയാൽ നമുക്ക് നേരെ ആറിൻ്റെ അകത്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴോട്ട് ഇറങ്ങാം. ഈ ഒരു വഴി കൂടെ അല്ല, ഈ ഒരു വഴി കണ്ടല്ലോ, ഈ വഴി കൂടെ താഴോട്ട് ഇറങ്ങി പോയാൽ മതി. താഴോട്ട് പോവാം. വേടാ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് സ്ട്രെയിറ്റ് വഴിയൊന്നുമില്ല കേട്ടോ. മഴയാണെങ്കിൽ ഇങ്ങോട്ട് നല്ല തന്നലായിരിക്കും കേടാ, നല്ല തന്നലായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ ചാടിക്കിടക്കും ഈ ലാൽ ജോസോ അല്ല അഖിൽ. അപ്പോൾ ഇവിടെ വന്നാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് വഴി പോകും. ഒരു വഴി ഇങ്ങോട്ടും വേറൊരു വഴി താഴോട്ടും. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോകാം. ആദ്യം ഇങ്ങനെ കൊള്ളാം, ബാ. ഇതെങ്ങനെയാ അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മളെ ഈ ഈറനാട്ടിൻപുറം ഇങ്ങനെ എത്തും. അപ്പോൾ ഇത് അത്രയ്ക്ക് ഈസി വഴിയൊന്നും ചിന്തിച്ചിറങ്ങല്ലേ. ഞാൻ പിന്നെയും ഡിസ്ക്ലൈമർ വരെയാണ്, മഴയത്ത് വന്നാൽ വഴുതും, മഴയത്ത് ഇങ്ങോട്ടൊന്നും വരരുത്, ഭയങ്കര സ്ലിപ്പറിയാണ്. ഇപ്പം തന്നെ ഇവിടെ പാലുണ്ടെങ്കിലും പോണേ, മഴ പെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു നനവില്ല. നമ്മൾ ഈറനാട്ടിൻപുറം എത്തി. പക്ഷേ എൻ്റെ കാലിൽ ഷൂസ് എടുക്കണോണ്ട് ഒരു മനസ്സിലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങണില്ല. ജിഷ്ണു നീ പോകണോ വെള്ളത്തിൽ? അവനും വെള്ളത്തിൽ പോകണല്ലോ. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് വൈബടിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെയും ഡിസ്ക്ലൈമർ, മഴയത്ത് വരല്ലേ, പണി കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പോ സൈഡിൽ നിന്നും വരാം കേട്ടോ. ഇവിടെ വന്നിവിടെ ഇങ്ങനെ വൈബൊക്കെ അടിച്ചിരിക്കുകയാണ്. ഈ ഒരു സൗണ്ട് കേട്ടിരുന്നപ്പോഴേ ജിഷ്ണു അങ്ങ് ഇരുന്ന് പോയി. അപ്പോൾ ഞാനും ഇങ്ങനെ ചെറുതായിട്ട് ഞാനും ഇരുന്ന് കൊള്ളാം കേട്ടാ. സൂപ്പർ സ്ഥലം, ഒരു രക്ഷയില്ല. ഇവിടെ കുറേ കാണികളൊന്നുണ്ടായിരുന്നു, പക്ഷേ ഷൂസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി ഊരി വെച്ചിട്ട് പോകുന്നത് വെച്ചാൽ നനഞ്ഞാൽ പിന്നെ കുറച്ച് റൈഡുണ്ട്, കുറച്ച് ദൂരെ പോകാനുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകാത്തത്. നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഒരു അരുവിക്കരയാണ്, നമ്മുടെ അടുത്തുള്ള അരുവിക്കരയാണ്. അപ്പോൾ അങ്ങോട്ട് ആ വ്യൂ നിങ്ങളെ കാണിച്ചിട്ട് വരാം. എന്തായാലും ഇതാണ് നമ്മളെ ഈ ഈറനാട്ടിൻപുറം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങോട്ട് വരിക, ഓൾവേസ് വെൽക്കം. അല്ല സ്ഥലം വീട്ടിൻ്റെ അടുത്താണെങ്കിൽ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാണാൻ. ജിഷ്ണു നീ വന്നിട്ടുണ്ടോടാ? നീയും വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ല. പക്ഷെ വീട്ടിൻ്റെ അടുത്താണ്. ഇവിടെ കൂടെ കയറാനാണ് ടാസ്ക്. കയറി. അപ്പോൾ നമുക്കിനി അടുത്തങ്ങോട്ട് റിവർ വ്യൂ പോയിൻറ്റ്, അവിടെ ഇതേപോലെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം. നമ്മളിവിടെ നിന്ന് തന്നെ വലിയ ദൂരമൊന്നുമില്ല, നമ്മളെ അരുവിക്കര റിവർ വ്യൂ പോയിൻറ്റും അതേപോലെ തൊട്ടിപ്പാലം അങ്ങനെ 3.5 കിലോമീറ്റർ 5 കിലോമീറ്റർ ആ ഒരു ഏരിയയിലുള്ളൂ. ബിക്കോസ് ഈ ഒരു ആറല്ലേ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് ആണ് എല്ലാ പരിധാനങ്ങളും. ഇരക്കണ്ട് സോറി, അത് കയറി വന്നുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ 3 സ്ഥലം ഒന്നിച്ച് കണ്ടിട്ട് പോകാം. ഓക്കെ.
നമ്മളെ ഈറനാട്ടിന് പുറത്തുനിന്ന് വെറും 3 കിലോമീറ്റർ അല്ലേടാ, വെറും 3 കിലോമീറ്റർ ഉള്ളൂ നമ്മളെ അരുവിക്കര റിവർ വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഇത് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഇത് വരക്കുള്ള ഏരിയ ഒന്നുമല്ല. നമുക്ക് സമാധാനത്തിന് വന്ന് ഇരുന്ന് കണ്ടിട്ട് പോകേണ്ട ഒരു ഏരിയയാണ്, റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അപ്പുറത്ത് താഴെ കൂടെ അവിടെ വഴിയുണ്ട്, അവിടെ കൂടെ ഇറങ്ങി താഴോട്ട് കാണിച്ചു തരാം ഈ ഒരു സൈറ്റ്. ഓക്കെ, ഈ റോഡ് തന്നെ പോങ്ങുമൂട് നിന്നാണ്. പിന്നെ ഈ ചെന്ന് കയറുന്നത് വന്ന് ഇവിടെ നിന്നും റൈറ്റ് പോയാൽ പെരിങ്ങട വളയും, ലെഫ്റ്റ് പോയാലും കീഴാരൂറാണ് കേട്ടോ. ഈ റോഡ് ഇവിടെ കീഴാരൂറാണ്, അവരെ കൂടെ പോകുമ്പോൾ ആ റോഡ് രണ്ടിടത്ത് ഡിസ്ട്രിബ്യൂട്ട് ആവും. നമുക്കിനി താഴോട്ട് ഇറങ്ങാം. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ മുകളിൽ പാർക്ക് ചെയ്യാം കേട്ടോ, മുകളിൽ സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് ഇനി താഴോട്ട് പോകാം. അതാണ് ആ പാലം, നമ്മൾ നേരത്തെ വന്ന പാലമല്ലേ, നേരത്തെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തത്, അത് ആ പാലത്തിൽ നിന്നാണ് കേട്ടോ. പൊളി സ്ഥലം കേട്ടോ, സേവ് ഡേറ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം. നമ്മുടെ ഇന്നലെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ സേവ് ഡേറ്റ് എടുക്കാൻ അവർക്ക് സ്ഥലം ഇല്ലെന്നോ സ്പോട്ടില്ലെന്നോ പറയണായിട്ട്. ഇതിലും വലിയ സ്ഥലം ഇനി എന്ത് വേണോടാ, സ്പോട്ട് പൊളിയല്ലേ. നമ്മളിത് ഞാൻ പറഞ്ഞില്ല, അരുവിക്കര റിവർ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. ജിഷ്ണു എന്നിങ്ങോട്ടാണ്? നെല്ലിപ്പഴോ എവിടെ? ജിഷ്ണുവിൻ്റെ നെല്ലിപ്പഴം എവിടെ? നെല്ലിപ്പഴം എവിടെ? ആഹാ, നെല്ലിപ്പഴം അല്ലേ, കഴിക്കാൻ പറ്റുമോ? അടിപൊളിയടാ, സൂപ്പർ സാധനം. നേരത്തെ അതാണല്ലോ പറിക്കാൻ പറ്റും നമ്മളവന്. പറഞ്ഞോ പുളിമുട്ടായി അറിയാം? പുളിമുട്ടായില്ലേ? ഇനി ഉണ്ടോ? പഴുത്തതില്ല അല്ലേ? പഴുത്തതില്ല, ഇത്തിരി കറുത്ത കളർ വന്ന മാത്രമേ ഉള്ളൂ. നല്ല കറുത്ത നോക്കി എടുത്തത്. കറുപ്പ് കൂടുന്നതിനനുസരിച്ച് മധുരം കൂടും. ഒന്ന് നീ എടുത്തോ, കൊള്ളടാ. ഈ വൈകിട്ടൊക്കെ ഒന്നിരിക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വൈക്കോണ്ട് ഇങ്ങനെ മുള്ളാണ്, പെട്ട് ബാഗ് വിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കി, ഇവിടെ ഇരുന്ന് സുഖമായിട്ട് റിവർ വ്യൂ കണ്ടിരിക്കാം. നമുക്കിനി താഴോട്ട് ഇറങ്ങാം. എന്താ ഒരു ക്ഷേത്രം കണ്ടല്ലോ, ക്ഷേത്രത്തിൻ്റെ പേര് എനിക്കറിയില്ല, എങ്കിൽ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരായിരുന്നു. അവിടെ നിന്നും താഴോട്ട് ഇറങ്ങാൻ വഴിയുണ്ട്, അതേപോലെ നമുക്ക് റോഡിൽ നിന്നും അതുപോലെ വരാനും വഴിയുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും ഫാമിലീസാണ് ഞാൻ കാണുന്നത്, അത് ഫുൾ ഫാമിലി കൂടെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ കുളിയും തന്നെയൊക്കെയാണ്. ജിഷ്ണു ഒന്ന് ഇത്രയും പ്രതീക്ഷയാണോ ഇവിടെ? ഞാനും പ്രതീക്ഷിച്ചില്ല, നമ്മൾ ജസ്റ്റ് മാപ്പിലടിച്ച് വന്നതാണ്, ഒരു പ്രതീക്ഷയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വെച്ച് വന്നതാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ മോനെ ആടിപ്പൊളി വൈബ് സ്ഥലം. വൈകിട്ട് വന്നിരിക്കുക, നമ്മൾ പൂവാറ് ബീച്ച് പോലെ വൈകിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം, വൈബ്. അപ്പോൾ ഇത് റിക്കമെൻഡഡ് ആണ് കേട്ടോ എൻ്റെ സൈഡിൽ നിന്നും. ഐ റിക്കമെൻഡ് യു. ഞാൻ അങ്ങനെ പെട്ടെന്ന് റിക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് റിക്കമെൻഡഡ് സ്ഥലമാണ്. ഇവിടെ വന്നിരുന്ന് വൈബ് അടിച്ചിരിക്കാം. പിന്നെ മഴയത്ത് പിന്നെയും പറയാം, മഴയത്ത് വഴുകും, മഴയത്ത് ഇവിടെ ഒന്നും ഇറങ്ങല്ലേ, ഇവിടെയൊക്കെ സുഖമായിട്ടിരിക്കാം. ഇത് ചെക്ക് ഡാം പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് അവിടെ, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ഞാൻ പിന്നെയും ചെക്ക് ഡാമിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ചെക്ക് ഡാമാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ആയിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ വെള്ളം നേരെ അങ്ങോട്ട് പോകും. നമ്മളെ പയ്യന്മാരൊക്കെ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ആക്ടിവിറ്റി, ഫുൾ ഓൺ കുളിപ്പാണ്. അപ്പോൾ അവിടെ കപ്പിൾസൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അങ്ങോട്ട് പോയിട്ട് കപ്പിൾസ് ഉണ്ടോ, അവിടെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലേ. നിങ്ങൾ പ്രൈവറ്റ് വണ്ടിയിലാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മാപ്പിട്ട് വന്നാൽ മതി. ഈറനാറ്റിൻപുറം മാപ്പിലടിച്ചാൽ സുഖമായിട്ട് എത്താൻ പറ്റും. സോ ഇതാണ് ഇവിടെ വരാണ്ട് ഞാൻ വന്ന വഴി. പിന്നെ ഇന്ന് ഞാൻ പോയത് നമ്മളാ ബൈക്കിലാണ്. നമ്മളിപ്പം എപ്പോഴും നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് എപ്പോഴും ബസ്സുണ്ട്. അതാ നിങ്ങൾക്ക് നാർവൽ ബസ് കിട്ടിയില്ല, കിട്ടാൻ ചാൻസ് ഇല്ലാത്ത വണ്ടിയല്ല, അഥവാ കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ അവിടെ നിന്നുള്ളത് കളീക്കവിള, കൊലച്ചിൽ, തേങ്ങാപ്പട്ടണം അങ്ങനത്തെ സ്ഥലത്ത് പോകുന്ന ബസ്സുകളും എല്ലാം നെയ്യാറ്റിൻകരയിൽ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മൾ അരുവിക്കര വ്യൂ പോയിന്റിലാണ്, റിവർ വ്യൂ പോയിന്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്യാമറമാൻ ജിഷ്ണുവിനോടൊപ്പം ഞാൻ അഖിൽ സൈനിങ് ഓഫ്.